കുഞ്ഞുമാഷ്ട പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുന്നത് ഇന്ന് രാവിലെ മുതൽ വിശിഷ്ട വ്യക്തികളെ. ഇന്ന് മഴ പെയ്തപ്പോഴും അതുപോലെ പകലിന്റെ ചൂടുമൊക്കെ കൂടിയപ്പോൾ ഞങ്ങൾ ചിന്തിക്കുകയായിരുന്നു വൈകുന്നേരം ആളുകളുടെ എണ്ണം ഒരുപാട് കുറയുമെന്ന്. കാരണം ഇതൊരു സോഷ്യൽ മീഡിയയുടെ കാലമാണ്. വീട്ടിലിരുന്നാലും നാളെ ഗ്രൂപ്പിലൊക്കെ ഈ പരിപാടികൾ വരും. അതുകൊണ്ട് നമുക്ക് കാണാം, രസിക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വായിച്ച് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഒരു വീട്ടിൽ ഒരമ്മയും മകനും സംസാരിച്ചിട്ട് ആഴ്ചകളായി എന്നാണ് ആ വാർത്ത. കാരണം അവർ സംസാരിക്കുന്നത് മൊബൈലിലെ വാട്സാപ്പിലൂടെ മാത്രമാണ്. അടുക്കളയിൽ നിന്ന് അമ്മ പറയുകയാണ് ചോറായി. മകന്റെ മറുപടി കറി എന്താണ്, റൂമിൽ നിന്നാട്ടോ. അമ്മ സാമ്പാർ ഉണ്ട്. മകൻ എനിക്ക് വേണ്ട. അമ്മ മീൻ ചൂടാക്ക. മകൻ എം എം. ശ്രദ്ധിക്കുക, എം എം അമ്മയോടാണ്. എം എം സംസാരം കുറയുകയാണ്. അമ്മ ഞാൻ കിടക്കട്ടെ. വീണ്ടും ചക്കൻ എം എം. അത്തരത്തിലൊരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ വാക്കുകളൊക്കെ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നി. അപ്പൊ തന്നെ നമ്മുടെ മൊയ്തീൻകുട്ടി ഹാജി അവരുടെ തറവാട്ടിൽ പോയി. അതുപോലെ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ അടുത്തെല്ലാം പോയി. ഞാൻ ഒരു ഒക്ടോബർ 17 ഞാൻ ഈ സാരഥ്യം ഏറ്റെടുത്തു. എന്തോ നേരത്തെ പറഞ്ഞ പോലെ ഒരു അദൃശ്യമായ ഒരു താങ്ങ് എനിക്ക് ഈ വിദ്യാലയത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവ്. ഒരു 100 കൊല്ലം പഴക്കമുള്ള ഈ വിദ്യാലയത്തിലെ ഒരുപാട് ഞാൻ മിഴിനീരു പറ്റിയ കൺമിഴിക്കോണിലെ അടരാത്ത കണ്ണുനീർത്തുള്ളി പോലെ എന്ന് പറഞ്ഞതുപോലെ ഞാനിങ്ങനെ മഞ്ഞുതുള്ളിയെപ്പോലെ ഉരുകുകയായിരുന്നു നിങ്ങളുടെ വാക്കുകൾക്ക്. ഈ നാട് എനിക്ക് തന്ന ഈ സ്നേഹവും ലാളനയും കാരുണ്യവും കൈത്താങ്ങും എന്നും എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കാം എന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. എനിക്കറിയാം, ഒരു മീറ്റിംഗ് വിളിച്ച് പറയുമ്പോഴേക്കും അവരെൻ്റെ കൂടെ നിന്ന് എന്താണ് മാഷെ ചെയ്യേണ്ടത്, ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് തരുന്ന റോൾ എന്ത് എന്ന് മാത്രമേ അവർ ചോദിക്കാറുള്ളൂ. ഒരു സാമ്പത്തിക പ്രയാസമോ ഒരു ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ അതിനുള്ള എന്തെങ്കിലും പ്രയാസമോ ഒന്നും ഈ നാട്ടിൽ എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അവനൊരിക്കലും